പടം ആവറേജ് തന്നെ പറയാനില്ല. നമുക്ക് മലയാളികളുടെ അഹങ്കാരമാണ് ലാലേട്ടൻ. നമുക്ക് പറയും മലയാളിക്ക് ഒരു എല്ലിൻ്റെ കൂടുതലുണ്ടെന്ന് പറയുന്നത് ആ എല്ല് ലാലേട്ടനാണ്. ഇതിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പടത്തിൽ എല്ല് കുത്തിക്കേറിയ ഒരു അവസ്ഥയാണ്. ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. കാരണം പടം പൊതുവെ പറയുമ്പോൾ പോരാ. സ്ക്രിപ്റ്റ് വളരെയധികം വീക്കാണ്, ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ്. മുരളി ഗോപി ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുമെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. വളരെ വീക്ക് സ്ക്രിപ്റ്റ്. അതുപോലെ ഡയറക്ഷനും വളരെ നോർമൽ രീതിയിൽ വലിയ കുറേ ഫ്രെയിംസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ ഫ്രെയിംസൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടത് ഒക്കെയാണ് മെയിൻ ഫ്രെയിംസ്. വേറെ ഒരു പുതുമയുള്ള വേറെ ഫ്രെയിംസ് വളരെ കുറവാണ്. ഈവൻ ഫാൻസിന് പോലും നമുക്ക് എൻജോയ് ചെയ്തൊന്ന് ബഹളം വെക്കാൻ പറ്റിയ മൊമെൻറ്റുകൾ തന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഇരുന്ന് ഉറക്കം വന്ന് മരിക്കുന്ന അവസ്ഥയാണ്. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടൻ ഒന്ന് മുഖം കാണുന്നത്. അപ്പോഴാണ് ഒന്ന് ജീവൻ വീരുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ ലാലേട്ടൻ്റെ പലയിടത്തും അത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ ലാലേട്ടൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ചെയ്യേണ്ട ഫ്രെയിമെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണക്റ്റ് ആവുന്നില്ല പടം. ഒരു 5-6 കൺട്രീസൊക്കെ പോയി ചുമ്മാ എടുത്തിട്ടുണ്ട്. ബോംബ് അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ട്. എന്തിനാണ് ആ ബോംബൊക്കെ പൊട്ടിയെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. വെറുതെ അപ്പുറത്തും ടർക്കിയും ഇറാനും ഒരു 6-7 കൺട്രീസ് കാണിക്കുന്നുണ്ട്. ഒരിടത്തും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. BGM കുഴപ്പമില്ല. ദീപക് ദേവ് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം സുഹിത്തിൻ്റെ നന്നായിട്ടുണ്ട്, അതും നല്ലതാണ്. ടോവിനോ മഞ്ജു വാര്യറിൻ്റെ കുറച്ച് പോർഷൻസ് നല്ല ലെവലിലൊരു ആക്ടിംഗ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ വന്ന് കാണാം. ഈ ഹൈപ്പ് എന്തായാലും സമ്മതിക്കേണ്ട പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ് ഇൻ മാർക്കറ്റിംഗ് ആണ്. ആ ബ്രില്യൻസ് ഇൻ 50 കോടി പ്രീ ലോഞ്ചിൽ ഇതുപോലെ ഒരു വളരെ നോർമൽ സ്ക്രിപ്റ്റിൽ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ സംഭവമല്ല. കാരണം നമ്മൾ സാധാരണ കാണുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസിലുള്ള ലൈൻ, അതുപോലെ തന്നെ പിന്നെ സാധാരണ നോർമൽ റിവെഞ്ച് വരുന്ന ലൈൻ, ഇതേ ഉള്ളൂ. അതിനകത്ത് ഒരു മൊമെൻറ്റോ ഒരു ടേണിംഗ് പോയിൻറ്റോ നമ്മൾ ഭയങ്കര സംഭവം ട്വിസ്റ്റ് ഒരു തേങ്ങയില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒന്നുമില്ല. പക്ഷേ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ സമ്മതിച്ചു കൊടുത്തേ ഉള്ളൂ. അടിപൊളിയായിട്ട് അവർ ലോഞ്ചിൽ നിന്ന് പൈസ വാരിയിട്ടുണ്ട്. അതും നല്ലൊരു മിടുക്കായിട്ടുണ്ട്. കാരണം ഇത്രയും ഗ്ലോബൽ ലോഞ്ച് ആക്കാനും പൃഥ്വിരാജിനെ കൊണ്ട് സാധിച്ചു. അത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് ലെവലിൽ മുരളി ഗോപിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിരുന്നു. പക്ഷേ അത് വെച്ച് ഭയങ്കര ഡിസപ്പോയിൻറ്റഡായി. നോർമലാണ്. BGM ഒരുവിധം വലിയ കുഴപ്പമില്ല. ദീപക് ദേവ് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ. ചില ഫാൻ ഷോയിലുള്ളവരൊക്കെ പറയും. ഞാൻ സത്യസന്ധമായൊരു റിവ്യൂ പറയുന്നതേ ഉള്ളൂ. പടം പോരാ എന്നുള്ളത് തന്നെ പറയണ്ടേ. ആവറേജ് പടം. ആവറേജ് ലാലേട്ടനെ കാണാൻ, ലാലേട്ടൻ സ്വാഗിലും മാസിലും കാണാനായിട്ട് വന്ന് കാണണം. തിയേറ്ററിൽ കാണാതിരിക്കല്. കാരണം പിന്നെ OTTയിലൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ഒക്കില്ല. പാതിയാകുമ്പോൾ ആളുകൾ വെച്ചിട്ട് പോകും. ആ ലെവലിലാണ് ഒരു ക്യാപ്ചർ ചെയ്യുന്നില്ല. ഭയങ്കര ലാഗാണ്. അടിച്ചടിച്ച് കാണാനേ പറ്റുള്ളൂ. കാരണം പല കൺട്രീസൊക്കെ കാണിക്കുന്നത് എന്തിനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് പാളിച്ചകളുണ്ട് പടത്തിൽ. ഇത് കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. വില്ലന് അത് ഞാൻ പറയുന്നില്ല. ആകപ്പാടെ ഇനി അതിലെ 1-2 ഇതേ ഉള്ളൂ. അതിന് അതും കൂടെ പറഞ്ഞ് നശിപ്പിക്കുന്നില്ല. ആകപ്പാടെ പടം മൊത്തത്തിൽ ഇതായതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു ഇതും പറയുന്നില്ല. കുഴപ്പമില്ല, ഒരു തവണ കാണാം, അത്ര തന്നെ.